എല്ലാരും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാരും പറഞ്ഞു മാവേലി ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഞങ്ങള് അങ്ങനെ ഇന്ന് ഞങ്ങള് തിരിച്ചു പോക്കായി 4 ദിവസം കഴിഞ്ഞ് താഴെ ഊബർ വന്നിട്ടുണ്ട് കൂട്ടാൻ വേണ്ടി. ഞാൻ ബുക്ക് ചെയ്ത അവിടെ 3 മിനിറ്റ് ആകുമ്പോൾ എത്തുന്നുണ്ടല്ലേ? ഞങ്ങളിപ്പോ എത്തിയിട്ട് ഇപ്പം ഒക്കെ സമയമില്ല, അവര് ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പൂജയാണ് കൊടുത്തോഴായി പോയാ ഒരു സ്വിഗ്ഗി കട വന്നു വെച്ചിട്ടുണ്ടല്ലോ. അത് വേറെ ആരോ ഇവിടെ വേറെ ആരോ ഓർഡർ ചെയ്തേ. ഇപ്പം വിളിക്കും അല്ലേ? ഇല്ല, അവര് പോയിട്ടുണ്ട്. അളിയൻ പോയിട്ടുണ്ട്. അളിയൻ നാലേ പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ടൈം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബുക്കിംഗ് ആണ് വരുന്നു. ശരി, ടാറ്റാ ടാറ്റാ. ഓയ് ഓക്കെ, ക്യാമറ ശരി. ശരി, ഓക്കെ. 5303 അല്ലേ? അഭിനവ് ശരി. ഓക്കെ. ബുക്ക് ചെയ്ത പാടം വരുന്നുണ്ടല്ലേ? ബുക്ക് ചെയ്ത പാടം വരുന്നുണ്ട്. ഊബർ 3 ഊബർ ബുക്ക് ചെയ്യുന്നത്. അതിലത് 10:45 കാണിച്ചില്ലേ? പിന്നെ നമുക്ക് അറിയില്ലല്ലോ അപ്പാ വരുന്നത്. വണ്ടി എപ്പോഴും 2 മിനിറ്റ് 3 മിനിറ്റ് അതെയാ? വണ്ടി കിട്ടിക്കോളും. ഈ ഓട്ടോ അങ്ങനെയാ? ഓട്ടോറിക്ഷയിലും ഇല്ലേ? എന്താ നിങ്ങൾ എങ്ങനെ ഈ ട്രിപ്പിനനുസരിച്ചാ ചാർജ് വരുന്നത്? നിങ്ങൾക്ക് സാലറി റെയിൽവേ സ്റ്റേഷൻ എത്തി. ചില്ലന്നല്ലേ ടിക്കറ്റ് കിട്ടിയാലും നമ്മ ലോക്കലിലാണ് മെയിനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട. ടിക്കറ്റ് കിട്ടിയിട്ട ഇല്ല. ടിക്കറ്റ് കൗണ്ടർ റിസർവേഷൻ ഓഫീസാ എടാ? അതല്ല, ഇത് കാണിക്കുന്നു. ഞാളെ വായിച്ചങ്ങോട്ട് പോകണ്ട. പിന്നെ എന്നിട്ട് കാര്യമുണ്ടാ? പിന്നെ നീ എല്ലാം നോക്കി തരാം. അറിയില്ല, അറിയുന്നുണ്ടായിട്ടിരുന്നുള്ള ഏതാന്നരാ ചെങ്ങായി ഊബറോടുന്ന് ചെങ്ങായി മെക്കാനിക്കൽ എഞ്ചിനീയർ പി കാർഡ് അങ്ങനെ പറഞ്ഞു. ചെങ്ങായി എങ്ങനെയാ പാർട്ട് ടൈം ആയിട്ട് കൊടുക്കുന്നത് ഊബറിൽ? രാത്രി ചവിട്ടി പോയി. ചവിട്ടി ഞാനും ചവിട്ടീന്. ചവിട്ടിനാ ഞാൻ വേറെന്തോ. പിന്നെ അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിന് ചാണകം ചവിട്ടി. ശുഭം, പിന്നെ ശുഭം പൈസ എല്ലാം കിട്ടും. പൈസ കിട്ടും. ഈടെ കിട്ടും അറിയാം. നമ്മളെ നാട്ടിൽ പറയലുണ്ട് ഈടെ കിട്ടും അറിയാം. നാട്ടിൽ പോയാൽ കിട്ടായിരിക്കും അല്ലേ? പോയി. ഇങ്ങ് ഈടെയാ നീ ബോർഡ് കണ്ടത്? ആടെയുണ്ട്, ആടെയുണ്ട്. ഇങ്ങോട്ട് ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. ടയറ് വെച്ച് പോയി എടുക്കണേ. ഏത് ടിക്കറ്റ്? ഞങ്ങളങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഒന്നാമത് അല്ലേ ഭയങ്കര തിരക്കായിരിക്കും. അയാളെന്നെ പറഞ്ഞു, ഊബർത്തെ ആളെന്നെ പറഞ്ഞു എങ്ങനെയാ പോയി. എല്ലാരും പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ സമയത്ത് എല്ലാരും പറഞ്ഞു മാവേലി ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ പോവാതിരിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ കൊറേ ദിവസം ഇവിടെ വന്നിട്ട്. ഇന്നെങ്കിലും നാളെ പോരാ. നാളെ ആവശ്യമുണ്ട്. ആവശ്യം കണ്ട ഇങ്ങനെ അറിയുന്നില്ല. ഇത് പറയാ എന്നാ ഇത് എല്ലാ ആവശ്യം
ആ ഇനി നേരെ നടന്നിട്ട് എവിടെയാ നിക്കണ്ടല്ലോ നോക്കി അവിടെ നിൽക്കാം. ഓക്കെ, നമ്മളിവിടെ നമ്മളെ കോച്ചിലെത്തി നടന്ന് ആ ഡിസ്പ്ലേയിലാട്ടാ ഇത് കാണിക്കുന്നത്. പക്ഷെ ആ ഡിസ്പ്ലേയിലാണെങ്കിലോ പകുതി സമയം അതിൽ ആഡാണ്. അല്ല അതിൽ കാണിക്കുന്നത് കറക്റ്റ് അല്ല. അല്ല ആപ്പിൽ കാണിക്കുന്ന അതിൽ കാണിക്കുന്ന പറയാം. ഇനിയിപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇനി വീഡിയോ എടുക്കാൻ ആവൂല. ഞാൻ ഇപ്പോഴേ അല്ലേ ഞാൻ എത്തിയിട്ട് കാണാം അതിന്റെ അവസ്ഥ. ഇപ്പം ടിക്കറ്റ് ചോദിക്കാം. ഒരു യുദ്ധത്തിനുള്ള ഒരു പുറപ്പാടാ. നല്ല തിരക്കുണ്ട്. എല്ലാരും പറഞ്ഞ് പേടിപ്പിച്ചു. ഓൾറെഡി ഒരു മൂടേ പോയില്ലേ അല്ലേ? ഇനി സമയം കിട്ടുകയാണെങ്കിൽ ഇടക്ക് എടുക്കുക. ഇനിയിപ്പോ രാവിലെ 5:30 സമയം കാണിക്കുന്നത്. എന്തായാലും ഒരു 6 മണിയാവത്താൻ അല്ലേ? ഓക്കെ, ഞാൻ എത്തിയിട്ട് കാണാം. ട്രെയിൻ വരുന്നുണ്ട്. ഇനി കാണാം, പിന്നെ കാണാം അല്ലേ? ഞാൻ വീഡിയോ എടുത്തോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അടി പോയിപ്പോ. കേറാൻ പറ്റുമോ? ഓക്കെ എന്നാല് അങ്ങനെ ഫൈനലി ആ തിരക്കിന്റെ ഇടയില് അല്ലേ പയ്യന്നൂരെത്തി. നല്ല തിരക്കുണ്ടായി. എനക്ക് സീറ്റ് കിട്ടിയത് തിരൂർ കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇവനും കിട്ടി. ഇവന്റെ മറ്റേ വേറെയാണ്. പക്ഷെ എനക്ക് താഴെ ഞാൻ കിട്ടിയപാട് ഉറങ്ങിപ്പോയില്ലേ. കൊറേ ഇവരെ കാണുന്നില്ല. ലാസ്റ്റ് ഇരിക്കാന്ന് പറഞ്ഞേ താഴെ തന്നെ ഇരിക്കാ. ഒരാളെ കടന്ന് ചേളപ്പുരാണ് ഇരിക്കാന്നല്ല വെച്ചിട്ട് കിടന്നാളൊരു വെള്ളടിച്ചിട്ട് അത് വേറാണ്. അവന്റെ അടുത്ത് അയാളെന്തല്ലോ ഒച്ചലാകുന്നുണ്ടായിട്ട് നമ്മ പോകുമ്പോളെ ഒരാളെ തിരക്കില് കിടക്കുന്നുണ്ടായി. പാട്ടെല്ലാം വെച്ചിട്ടാണ് വേറെ കുറെ. ഇപ്പൊ സമയം 6 മണി അല്ലേ? പാട്ടെല്ലാം വെച്ചിട്ടാണ്. ഇപ്പുറത്ത് വേറെ ആളെ പാട്ട് പാടുന്നത്. അതിന്റെ ഇടക്ക് വേറൊരാൾ ബാക്കത്തെ നീലൊക്കെ പോയ നീ ഇതാക്കുന്നുണ്ടായിന്. ഇങ്ങനെ അവരെ നോക്കുന്നുണ്ട്. ഞാൻ ചിപ്പത്തല്ല അതന്നെ ഇങ്ങനെ കണ്ടാലൊരു ഇതല്ലേ. ഇപ്പോഴും നിക്കുന്നുണ്ട് അവിടെ തന്നെ. അവിടെ ഇരുന്നിട്ടാ വന്നിട്ട് ഞാൻ ചോദിക്കണമെന്നുണ്ടായി സീറ്റ് കിട്ടിയിട്ട്. അയാളെന്തോ അടിച്ച് കിറങ്ങി. എങ്ങനെ മറ്റേ പാട്ട് ടീം അങ്ങനെ എന്തോ അടിച്ച് കിറങ്ങിയിരിക്കുന്നു. ഒരു വീടിന്ന് എങ്ങനെ പോകുന്നുണ്ട്. ആദർശിനെ വിളിക്കണല്ലോ അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകുന്നു. ആദർശിന്റെ വീട്ടില് ഇവന്റെ വണ്ടി വെച്ച് അവിടെ പോയിട്ട് നാക്കുന്ന് ഓനെ വിളിക്കണ രാവിലെ തന്നെ. നോക്കാം. ചാടി ചായക്ക് മധുരമില്ലേ? ചായ അടിച്ചിട്ട് വരാം. അതായിട്ട് എങ്ങനെയാ പോകുന്നതെന്നെല്ലാം പറയാല്ലേ. തീരുമാനിക്കാം. നാക്കുന്നുണ്ട് തീരുമാനിക്കാം. ആദർശ വിളിച്ച പാടും ഒന്നും മുണ്ടി ചോദിച്ചിട്ടാ വരാന്ന് പറഞ്ഞ അല്ലേ? ഞാൻ വരണമെന്നോ നിർത്താം. ഇല്ല, ഞാൻ വെറുതെ വിളിച്ച് ഇവിടെ എത്തി പറയാൻ വേണ്ടി. അപ്പോൾ പിന്നെ മെയിൻ എൻട്രൻസ് വഴി എല്ലാം പോണ്ട്. ബാക്ക് സൈഡ് വഴിയാന്ന് അല്ലേ? ഓന്റെ വീട് അമ്പലത്തിന്റെ സൈഡ് ആയതുകൊണ്ട് ഓൻ അതുവഴിയാ വരണ്ടേ. ഇവിടെ എന്തല്ലോ മാറ്റം വന്നു അല്ലേ? ട്രാക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കൂലേ? അല്ല, മുമ്പേ സ്ഥലം ഏറ്റെടുത്തു ആ സൈഡ്. കൊറേ നല്ല മാറ്റം ഇട്ടിട്ട് ഇപ്പം ഇവിടുത്തെ ബന്ധുണ്ട് നമുക്ക് ഇവിടെ. അവരെ സ്ഥലം ഏറ്റെടുത്താൽ ഇവിടുന്ന് മാറണമെന്നെല്ലാം പറയാം. നല്ല ഡെവലപ്മെന്റ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളെ കൂട്ടം രാവിലെ തന്നെ വൈസറ് കാത്തുകിടത്തുമ്പോ എങ്ങനെ എടുക്കും? ബാഗ് ഇടൊക്കെ ഇപ്പൊ ബാഗ് കൈമ പിടിക്കും. കൈമ പിടിക്കും. കയറി ഞാൻ ബാക്കിൽ കയറി. ട്രിപ്പിൾ അടിച്ചോന്ന് നീ വരണ്ട.
ഇല്ല ഞാൻ അയക്കാം. പറന്നു പോകുന്ന ഓട്ടോറിക്ഷ പ്ലെയിൻ എന്നതാ അതിങ്ങനെ പറക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ അങ്ങോട്ട് പോകുന്നത് കണ്ടു. സീറ്റ് കുറച്ച് കഴിയുമ്പോ കിട്ടീന്. സസ്പെൻഷന് പോവോ ട്രിപ്പിള്? കാറ്റില്ല കേട്ടാ, ഒട്ടുമില്ല. ഇതായി തയഞ്ഞ് മാറാനല്ലായി. വേണ്ട, ഇത് എന്റെ ബാഗല്ല, ഇവന്റെ ബാഗാണ്. തിരിച്ചു കൊടുക്കും. പിടി. ഓന്റെ ഉപ്പേരെ ഓർക്കും കോട്ടയം ഇന്നലെ പോയി. അപ്പൊ അങ്ങനെ ഇനിയിപ്പം നേരെ വീട്ടിലേക്ക്. ഓക്കെ, ബൈ. ഞാൻ എടുക്കൂല, എടുത്തോ. ഞാൻ എടുക്കൂല. എത്ര ദിവസം ഞാൻ എടുത്തിട്ട് കാറ്റടിക്കണം. പമ്പില് പമ്പുണ്ടോ? ഇന്ത്യൻ ഓയിൽ എടുത്ത ആടെ എനക്ക് പരിചയമില്ല അടിച്ചിട്ട്. ഒട്ടുമില്ലേ? അപ്പൊ ഓയിര ടയർ ഇത് വിണ്ടേറി കാറ്റിലാണോ? അത് പഞ്ചറായ തന്നെ ഒട്ടിച്ചൂടെ? അതും വെച്ചിട്ട് എത്ര നാളാ ഉപയോഗിക്കുന്നത്? ചെറിയ പഞ്ചർ ഉണ്ട് വെച്ചിട്ട് ഇടക്കിടക്ക് കാറ്റടിക്കുന്നോണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. അത് അന്ന് എന്റേതും അങ്ങനെ ഉണ്ടായത്. എന്റെ ഇത് കംപ്ലൈന്റ് ആയിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ കാറ്റില്ലാതെ ഓടി ഓടിയ ടയർ പോകുന്നു പറഞ്ഞു. അല്ല, ടയർ മാറ്റാനേ ബ്രോ. കൊറേ കാലം വണ്ടി എടുക്കാൻ കണ്ടു. സൈക്കിളിൽ ഓടിച്ചത് ഇത്ര ഒരു ദിവസം. അങ്ങനെ ഞങ്ങളുടെ കൊച്ചി ട്രിപ്പ് ഇവിടെ കയ്യാണ് അല്ലേ? ഇത് ഓണല്ലേ? അതെ അതെ അതെ. ആ, അപ്പൊ വേറെന്ത്? വീട്ടിൽ പോണം. വീട്ടിൽ പോണം. ഓക്കെ, ബൈ.